Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 days hair growth challenge ഇന്ന് ഡേ 9 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കെരാറ്റിൻ പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചെയ്തിട്ടുള്ള റിസൾട്ട് എന്തായാലും കമന്റിലൂടെ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അത് മോശമായാലും നല്ലതായാലും നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. അപ്പോൾ റിസൾട്ട് കാണിക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ഒരു എന്താ പറയുക രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ആയപ്പോൾ കുറച്ച് വളവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ നൈറ്റ് ഹെയർ കെയർ മോർണിംഗ് ഹെയർ കെയർ ഒക്കെ നമ്മൾ സെറം ഒക്കെ തേച്ച് മുടി കെട്ടി വെച്ചതിൻ്റെതായിട്ടുള്ള ചെറിയൊരു വളവാണ്. പക്ഷേ എങ്കിലും ഇന്നലത്തെ റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. മുടി ഒരുവിധത്തിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ബൗൺസി ഫീൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മുടി ബൗൺസി ആയിട്ടുണ്ട്. പക്ഷെ മുടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ മുടി കഴുകാനൊന്നും തോന്നുന്നില്ല. നമുക്ക് മുടി നല്ല രസം. പക്ഷെ എൻ്റെ മുമ്പിലത്തെ മുടിയൊക്കെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാത്രി മെടഞ്ഞിട്ട് കിടന്നതിൻ്റെയാണ്. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ റിസൾട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും പറയണം. എനിക്ക് ഇന്നലെ കുഞ്ഞൂസിൻ്റെ സ്കൂളിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എന്താ പറയുക മുടീൻ്റെ റിസൾട്ട് കാണിക്കാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡേ 9 ആയി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ചലഞ്ച് തുടങ്ങി ഫസ്റ്റ് ഡേ ആണ് നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. ഇന്നലെ കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്തിട്ട്, ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്തിട്ട് മുടി അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് തന്നെ മുടിയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഓയിൽ തന്നെ തേക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഈ ഓയിലിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കരിഞ്ജീരകം കാച്ചിയ എണ്ണയാണ്. കരിഞ്ജീരകം ഇട്ട് കാച്ചാതെ തയ്യാറാക്കുന്ന എണ്ണയും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതും നല്ല റിസൾട്ടാണ് കേട്ടോ. അത് കാസ്റ്റർ ഓയിലൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഓയിലാണ്. അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ഓയിൽ തന്നെ തേക്കണം നിർബന്ധമില്ല കേട്ടോ. ഈ ഓയിലല്ല, നിങ്ങൾ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മുടിക്ക് സ്യൂട്ടാവുന്ന പോലെയാണ് കേട്ടോ. ചിലവർക്ക് കാച്ചെണ്ണ സ്യൂട്ടാവും, ചിലവർക്ക് സാധാ വെളിച്ചെണ്ണ തേക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഞാൻ മുടി ചീകി രാവിലെ മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മുടിയൊക്കെ അത്യാവശ്യം ചീകിയതാണ്. അതുകൊണ്ട് ചീകുന്നില്ല. നിങ്ങൾ മുടി ചീകിയിട്ടില്ലെങ്കിൽ മുടി നന്നായിട്ട് ചീകി കെട്ട് കളയാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുടിയിൽ ഓയിൽ തേക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ ഇടാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇന്ന് ഓയിലിൽ കാസ്റ്റർ ഓയിൽ ചേർക്കുന്നില്ല, വൈറ്റമിൻ ഇ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറഞ്ഞ അളവിൽ കാസ്റ്റർ ഓയിൽ ചേർത്ത് ഓയിലൊന്ന് ചൂടാക്കി മുടിയിലേക്ക് തേക്കാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത സമയത്ത് അജി കാസ്റ്റർ ഓയിൽ ഇല്ല, വൈറ്റമിൻ ഇ ഇല്ലാണ്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വെറുതെ ഓയിലാണ് കേട്ടോ തേക്കുന്നത്. വെറുതെ ഓയിൽ തേക്കുന്ന സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. എനിക്കിന്ന് ചെറിയൊരു മടി കേട്ടോ, അതുകൊണ്ടാണ് ചൂടാക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. താരൻ്റെ പ്രശ്നമൊക്കെ വല്ലാണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും ഓയിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സ്കാൽപ്പിൽ നന്നായിട്ട് ആദ്യം തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചലഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടൊക്കെ തോന്നുകയാണ് ഇങ്ങനെ വേണ്ട അതൊന്ന് മാറ്റണം എന്നൊക്കെയാണെങ്കിൽ അത് പറയാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കട്ടെ. പിന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ, അങ്ങനെ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യേണ്ടത് നിർബന്ധമുണ്ടോ, അങ്ങനെ ചോദിക്കലുണ്ട്. നമ്മൾ ഡെയിലി നമ്മുടെ മുടിയിൽ ഒരുപാട് ഓയിൽ തേക്കുന്നത് നല്ലതല്ല. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മളിങ്ങനെ തേക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതുപോലെ കൂടുതലായിട്ട് മുടിയിൽ ഓയിൽ തേച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നത് മുടിക്ക് ഏറ്റവും നല്ലതാണ്. ഹെയർ ഗ്രോത്തിനും അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒക്കെ നമുക്ക് മുടി എല്ലാവരുടെയും പ്രശ്നം മുടി പൊട്ടിപ്പോവാം, മുടിക്ക് വരുന്ന സ്പ്ലിറ്റൻസ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നമ്മളിങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിയുടെ എന്താ പറയുക ഒരു സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്പ്ലിറ്റ് ആയ മുടി ഒരിക്കലും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. സ്പ്ലിറ്റൻസ് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ലെയർ കട്ടൊക്കെ ഹെയർ ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ മുടിയുടെ സ്കാൽപ്പിൽ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടിയിലേക്ക് താഴത്തേക്ക് തേക്കുമ്പോൾ മുടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ലെയർ ആയിട്ടുള്ളതുകൊണ്ട് അറ്റത്ത് മാത്രം തേച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മുടിയിൽ മൊത്തമായിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ ഹെയർ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. കാരണം നമുക്ക് മേലെന്ന് മുടി സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ മുടി നമ്മൾ ഒരുപാട് ലെങ്ത് കുറയാണ് ചെയ്യുക. അപ്പോൾ മേൽഭാഗത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കട്ടെ. എന്തായാലും നമ്മൾ ഇത്ര ഓയിലൊക്കെ തേച്ചാൽ അപ്പോൾ സോഫ്റ്റ് ആയ രീതിയിൽ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം.
അപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ച് ഞാൻ എന്താ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഓയിൽ തേച്ചിട്ട് കുറച്ച് സമയം വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴുകാം, പാക്ക് ഉപയോഗിക്കണമെങ്കിൽ പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പാക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറിയുള്ളി വേണം കേട്ടോ. ചെറിയുള്ളി ഞാനിവിടെ ഒരു 10-11 എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം, വലുതാണെങ്കിൽ ഒരു കഷ്ണം ഉപയോഗിക്കാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചെറിയുള്ളി അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ എണ്ണം കുറച്ചെടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഈ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിയുടെ കൂടെ നമ്മൾ ഇഞ്ചി കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഇഞ്ചി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അകാലനരയൊക്കെ വരാതിരിക്കാനൊക്കെ ഇഞ്ചി ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അരച്ച് കഴിയുമ്പോൾ നീര് തീരെ കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൂടിയ അളവിൽ ചേർക്കരുത്, കുറഞ്ഞ അളവിൽ മാത്രം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പയിൽ അരിക്കുന്നതിനേക്കാളും തുണി ഉപയോഗിച്ചിട്ട് അരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അതിൻ്റെ ആ ഒരു നീര് മൊത്തത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറഞ്ഞ അളവിലാണ് പാക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് പാക്ക് മതി. നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നില്ല, സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ മതി. പിന്നെ ഞാനൊരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ നീര് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അളവിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പുതിയ മുടികൾ വളരാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കാൽപ്പിൽ മാത്രമായിട്ട് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കോട്ടനൊക്കെ ഉപയോഗിച്ചിട്ട് തേക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും തേക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ കുറയ്ക്കാനും ഹെയറിന് റീഗ്രോത്ത് തരാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ താരനൊക്കെ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നെറ്റിയാരൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് തേക്കണം കേട്ടോ. നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയതാണെങ്കിൽ അവിടെ ഹെയറിന് റീഗ്രോത്ത് തരാനായിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ അവിടെ നെറ്റിയിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ സ്കാൽപ്പിലും ഇങ്ങനെ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഹെയറിന് റീഗ്രോത്ത് തരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ പഞ്ഞി ഉപയോഗിച്ച് തേക്കുന്ന കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ഞി ഉപയോഗിച്ചിട്ട് തന്നെ തേക്കണോ, കൈ ഉപയോഗിച്ചിട്ട് തേച്ചാൽ പറ്റൂലേ എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ലാട്ടോ, നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് തേക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തേച്ച് കാണിച്ചു തരാട്ടോ. പക്ഷേ കൈ ഉപയോഗിച്ച് തേക്കുന്ന സമയത്ത് നമുക്ക് മേത്തുകൂടി മുഖത്തുകൂടിയൊക്കെ ഒഴുകും. പിന്നെ എല്ലായിടത്തും ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഞ്ഞി ഉപയോഗിച്ചിട്ട് തേക്കുന്നത്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മൾ നെറ്റിക്കാരൽ പ്രശ്നം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ എന്നുള്ളത്. പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. തണുപ്പ് പ്രശ്നമില്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് ഈ നെറ്റിക്കാരൽ പ്രശ്നം വരുന്നത്. അപ്പോൾ നെറ്റിയുടെ 2 സൈഡും ഇങ്ങനെ കയറി പോകുന്ന പ്രശ്നമുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ യൂസിൽ മുടി വളരുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഒരു ആഴ്ചയിൽ 1-2 തവണ വെച്ചിട്ട് 2-3 ആഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹെയറിൽ വരുന്ന വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കുക കേട്ടോ. ഹെവി ആയിട്ട് ചെയ്യരുത്, സോഫ്റ്റ് ആയ രീതിയിൽ ഒരു മസാജിങ് കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പോൾ ഞാനിതാ പാക്ക് നന്നായിട്ട് തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മുടി കഴിയുന്നത്. നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുടിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒരു 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ആ പാക്ക് നമുക്ക് ആദ്യം ഒന്ന് കഴുകി കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാം. പിന്നെ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് മുടിയിലേക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഷാമ്പു നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. കാരണം നമ്മൾ ഇന്ന് ഒരുപാട് ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകണം. അങ്ങനെ ഷാമ്പു ഉപയോഗിച്ച് മുടി നന്നായി കഴുകി കളഞ്ഞിട്ട് മുടിയുടെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടീഷണർ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ മുടി എന്താ പറയുക ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കെമിക്കൽ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കെമിക്കൽ കണ്ടീഷണർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. തേച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നിൽക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല, നീരിറക്കത്തിൻ്റെ
പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകുകയാണ്. പിന്നെ നിങ്ങൾ നാച്ചുറൽ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നാച്ചുറൽ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മളെ അലോവേറയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അലോവേറയും വൈറ്റമിൻ ഇ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് തയ്യാറാക്കാം. കെമിക്കൽ കണ്ടീഷണർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടീഷണർ തേച്ച് കഴിഞ്ഞിട്ട് കണ്ടീഷണറും നന്നായിട്ട് തന്നെ നമ്മൾ കഴുകി കളയണം കേട്ടോ. കണ്ടീഷണറിന്റെ ഒരു അംശം പോലും നമ്മുടെ മുടിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്. ആദ്യമൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് കണ്ടീഷണർ കഴുകണ്ടല്ലോ, അങ്ങനെ തന്നെ തേച്ച് വെച്ചാൽ പോരെ എന്നുള്ളത്. അങ്ങനെ തേച്ച് വെക്കാൻ പാടില്ല. കണ്ടീഷണർ തേച്ച് കഴിഞ്ഞിട്ട് കണ്ടീഷണറും നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ കഴുകി കളയണം. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ 9ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഹെവി ആയിട്ട് മസാജും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 10ാമത്തെ ദിവസം എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുടി കഴുകുന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം മുടി കഴുകേണ്ട. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമന്റ്സ് ഒക്കെ പെൻഡിങ് ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാതിരുന്നത്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.